പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് നമ്മുടെ മുൻപിൽ എഴുന്നള്ളിയിരിക്കുന്നുണ്ട്. ഈ കർത്താവ് നമ്മളോട് വളരെ മനപ്രയാസത്തോടെ പറയുന്ന ഒരു കാര്യമൊന്ന് ശ്രദ്ധിക്കണം. ഈശോയൊന്ന് നോക്കി. ആ കർത്താവ് നമ്മളോട് പറയുന്ന കാര്യം ഇന്നത്തെ വചനത്തിലെ കർത്താവിൻ്റെ വലിയൊരു പ്രയാസമാണ് കർത്താവ് പറയണത്. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നു, എന്നിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? അടുത്തൊരു വചനം എടുക്കണം. എൻ്റെ അടുത്ത് വന്ന് എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ. കർത്താവിൻ്റെ ആഗ്രഹം ഇത്. 2 വീടുകളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. തൊട്ടടുത്തടുത്തുണ്ടായ വീടുകളാണ്. ഒന്നൊരു കുടിലായിരുന്നു, മറ്റത് അന്നത്തെ കാലത്തൊരു കൊട്ടാരം തന്നെയായിരുന്നു. കാലങ്ങളിങ്ങനെ പോകുമ്പോൾ ഈ പതിയെ ഒരു വീടിൻ്റെ ഉയർച്ച നമ്മൾ കാണുന്നുണ്ട്, മറ്റേ വീടിൻ്റെ മുഷിച്ചിൽ നമ്മൾ കാണുന്നുണ്ട്. കാരണം വീടിന് ചെറുതാവാൻ പറ്റില്ലല്ലോ, അതിന് മുഷിച്ചിൽ വരുന്നുണ്ട്. മറ്റൊരു വീട് ഇങ്ങനെ വലുതായി ഈ വലിയ വീടിനേക്കാൾ വലിയൊരു വീടായിട്ട് മാറുന്നുണ്ട്. കാരണം വേറൊന്നും ആയിരുന്നില്ല, അത് വെറുതെ അസ്യൂം ചെയ്യുന്നതുമല്ല. എല്ലാ ദിവസവും രാത്രി കൃത്യം 7:30 മണിക്ക് ആ ചെറിയ വീട്ടിൽ നിന്ന്, ആ കുടിലിൽ നിന്ന് ഉയർന്നിരുന്ന പ്രാർത്ഥനാ ഗീതങ്ങളുണ്ട്, വചനഭാഗങ്ങളുടെ വായനയുണ്ട്. ഇപ്പുറത്ത് ആ സമയം റേഡിയോയും ടെലിവിഷനും ഓണാക്കി വെച്ചിരുന്നു. ഇതിങ്ങനെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഈ വലുതായിരുന്ന ആ വീട്ടിൽ ആരുമില്ല. അത് വെറുതെ മുഷിഞ്ഞ് ആർക്കും വേണ്ടാത്തൊരിടമായി കാട് കയറി കിടക്കുമ്പോൾ ഇപ്പുറത്ത് മനോഹരമായിട്ടുള്ള ഒരു മണിമാളിക ഇങ്ങനെ ഉയർന്നു പൊങ്ങിയിട്ടുണ്ട് ആ കുടിലിൻ്റെ ഭാഗത്ത്. പറഞ്ഞല്ലോ, വെറുതെ അസ്യൂം ചെയ്യുന്നതല്ല. കർത്താവ് പറയണത് പോലെ എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത മനുഷ്യന് തുല്യൻ. ഉയർച്ചയുണ്ടാവും ഉറപ്പായിട്ടും. ഞാൻ പറയണത് കേൾക്ക്, ജസ്റ്റ് ലിസൺ ടു മീ. കർത്താവ് പറയണ കാര്യം, ജസ്റ്റ് ലിസൺ ടു മീ, എന്നെ ഒന്ന് കേൾക്ക്. പരിശുദ്ധ മാതാവ് നമ്മളോട് ഓർമ്മപ്പെടുത്തുന്ന കാര്യം അതുതന്നെയാണ്. അവൻ പറയുന്നത് പോലെ ചെയ്യുവൻ. അവൻ പറയണത് അവനൊന്ന് കേൾക്ക്, ജസ്റ്റ് ലിസൺ ടു ഹിം. എന്നിട്ട് നിങ്ങൾ അതനുസരിച്ച് പ്രവർത്തിക്കുക. അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ വരുന്ന സമൃദ്ധി നമ്മൾ കാണുന്നുണ്ടല്ലോ. അങ്ങനെ നിറച്ചു വെക്കേണ്ടിയിരുന്ന കൽഭരണികളിൽ വെള്ളമുണ്ടായിരുന്നില്ല എന്ന് കഴിഞ്ഞ ദിവസം അച്ഛൻ പ്രസംഗത്തിന് വന്നപ്പോൾ പറയുന്നുണ്ടായിരുന്നു. അത് നിർബന്ധമായിരുന്നു. യഹൂദന്മാർക്ക് ആ ഭരണിയിൽ വെള്ളം നിറച്ചു വെക്കണമെന്ന് നിർബന്ധമായിരുന്നു. പക്ഷേ അതിനകത്ത് വെള്ളം ഉണ്ടായില്ല. എന്നിട്ട് കർത്താവ് പറഞ്ഞത് കേട്ട് അവർ ആ വെള്ളം നിറയ്ക്കുമ്പോൾ, ശുദ്ധീകരണത്തിനുള്ള വെള്ളം നിറയ്ക്കുമ്പോൾ അവിടെ സമൃദ്ധി ഉണ്ടാവുന്നുണ്ട്. അത് വീഞ്ഞായിട്ട് മാറുന്നുണ്ട്. പൗലോസ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തും, കർത്താവിൻ്റെ വചനങ്ങൾ ശ്രദ്ധാപൂർവം നിങ്ങൾ ശ്രവിക്കുവിൻ. പത്രോസ്ലീഹ നമ്മളോട് പറയും, അവിടുത്തെ വചനങ്ങൾ നിരന്തരം നിങ്ങൾ പ്രാവർത്തികമാക്കുവിൻ. എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാ, കർത്താവ് പറയണത് ചെയ്യുക. ഈശോ തന്നെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് എൻ്റെ വചനങ്ങൾ കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ. നമ്മൾ പക്ഷേ ഇപ്പോഴും ആ സാമുവലിനെ കണക്കാണ്. നമ്മൾ കർത്താവിൻ്റെ അടുത്ത് ജീവിക്കുന്നത്. കർത്താവ് തന്നെ പറഞ്ഞല്ലോ, നിങ്ങൾ കർത്താവേ കർത്താവേ എന്ന് തന്നെ വിളിക്കുന്നുണ്ട്. നമുക്ക് ബോധ്യമുണ്ട് ഇത് ദൈവമാണെന്ന്, ജീവിക്കുന്നവനാണെന്നൊക്കെ ബോധ്യമുണ്ട്. നമ്മൾ കൈവിരിച്ചും കരം കൂപ്പിയും മുട്ടിന്മേൽ നിന്നും കമിഴ്ന്നു കിടന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നുണ്ട്. കരച്ചിലോടുകൂടെ അത്യുച്ചത്തിൽ നമ്മുടെ അപേക്ഷകൾ സമർപ്പിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ഉച്ചത്തിൽ സ്തുതിക്കുന്നുണ്ട്, ഹല്ലേലൂയ പാടുന്നുണ്ട്. കാരണം നമുക്ക് ഉറപ്പാണ് ഇത് കർത്താവാണ്. പക്ഷേ അങ്ങനെ ആയിരുന്നിട്ടും അവൻ പറയണത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മളത് കേൾക്കുന്നുണ്ടെങ്കിലും പ്രവർത്തിക്കുന്നില്ല. സാമുവേൽ ഇങ്ങനെ കിടക്കണ നേരത്ത് ആരോ ഒരാൾ വിളിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് വിളിയാണെന്ന് ആ ചെറുപ്പം ബാലന്, ആ കുഞ്ഞിന് മനസ്സിലാവുന്നില്ല. സാമുവേൽ സാമുവേൽ. ആദ്യം എഴുന്നേറ്റിട്ട് ഏലിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്, അങ്ങനെ വിളിച്ചോ? ഈ ചോദ്യം 3 തവണ ആവർത്തിക്കുന്നുണ്ട്. ദൈവസന്നിധാനത്തിൽ കിടന്നുറങ്ങുന്ന ഒരു കുഞ്ഞ് തന്നെ വിളിക്കുന്നത് ദൈവമായിരിക്കുമെന്ന് എന്തുകൊണ്ടാണ് തിരിച്ചറിയാത്തത്? പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ടായിരിക്കും. അത് നമ്മൾ മുതിർന്നവരുടെ നമുക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്. നമ്മളിതുവരെ നമ്മൾ കർത്താവിൻ്റെ സന്നിധാനത്തിൽ ജീവിച്ചിട്ട് അവിടുത്തെ ഒരു പ്രസൻസിൽ നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ട്
അവൻ്റെ സ്വരം ശ്രവിക്കാനോ അത് അവൻ്റെ സ്വരമാണെന്ന് മനസ്സിലാക്കാനോ അവൻ പറയണത് എന്താണെന്നൊന്ന് ക്ലാരിഫൈ ചെയ്യാനോ നമ്മളെ കൊണ്ട് പറ്റണില്ല. കർത്താവിൻ്റെ വലിയ പ്രയാസമാണെന്ന് ആദ്യം പറഞ്ഞല്ലോ. കാരണം ഇപ്പോൾ ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കുന്നവരെല്ലാവരും ഇങ്ങനെ സോളിഡായിട്ട് ഒരു കുടുംബം കെട്ടിപ്പടുക്കേണ്ടിയിരുന്നതല്ലേ? അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ വചനം കേൾക്കുകയാണെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ. കാരണം കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ വചനം കേൾക്കുകയും എൻ്റെ വചനം അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത മനുഷ്യന് തുല്യൻ. കർത്താവിൻ്റെതാണെന്ന് പറഞ്ഞിട്ട് ക്രിസ്ത്യാനിയാണെന്ന തലക്കെട്ടിൽ ജീവിച്ചിട്ട് അവൻ്റെ വചനം കേട്ടതാണ്. അവൻ പലതവണ നമ്മളെ ഓർമ്മപ്പെടുത്തിയതാണ്. ഇതൊക്കെ കേട്ടിട്ട് അതനുസരിച്ചാണ് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ബേസ് പണിതിരുന്നതെങ്കിൽ, എൻ്റെ കുടുംബത്തിൻ്റെ തറക്കല്ലിട്ട് തരുന്നതെങ്കിൽ ആലോചിച്ച് നോക്കിയേ, എത്ര സോളിഡായിട്ടായിരുന്നു ആ ജീവിതം പോകേണ്ടിയിരുന്നത്. കർത്താവെ, അങ്ങയെ വെറുതെ വന്ന് കർത്താവെ എന്ന് മാത്രം വിളിച്ചു പോകുന്ന മനുഷ്യരായി പോയി ഞങ്ങൾ. അങ്ങയുടെ വചനം എന്താണെന്നൊന്ന് മനസ്സിലേക്കെടുക്കാൻ, അതൊന്ന് കൃത്യമായിട്ട് പ്രവർത്തിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് അനുഗ്രഹം തരണേ എന്ന പ്രാർത്ഥനയോടെ മുട്ടിന്മേൽ നിന്ന് അതിനുള്ള കൃപയ്ക്ക് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി യാചിച്ചുകൊണ്ട് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കണ്ണുണ്ടെങ്കിലും അവർ കാണുന്നില്ല, കാതുണ്ടെങ്കിലും അവർ ഗ്രഹിക്കുന്നില്ല. കർത്താവിൻ്റെ ഈ ഒരു പരാതി ഒരിക്കലും നമ്മളെക്കുറിച്ച് ആവാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ കർത്താവ് പറയുന്ന ഓരോ വചനങ്ങളിലെ ഓരോ വാക്കിനും ആഴമുള്ള അർത്ഥങ്ങളുണ്ടെന്നുള്ള തിരിച്ചറിവോടുകൂടെ ശ്രദ്ധയോടെ വചനം ശ്രവിച്ച് അത് ധ്യാനിച്ച് നമുക്ക് ഉറക്കത്തിലേക്ക് പോവാം. സ്വർഗം അനുഗ്രഹിക്കും. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.